ഞാൻ ആയിരക്കണക്കിന് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മാത്രം ഒരിക്കലും മറക്കില്ല ചേച്ചി. എന്താണെന്നറിയോ ചേച്ചിക്ക്? ഈ സംഭവത്തിലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കള്ളവപ്പിട്ട് തുടങ്ങിയത്. അന്ന് ഗായത്രിയച്ചയുടെ ചെക്ക് ബുക്ക് കട്ടെടുത്ത് അതിൽ ഗായത്രിയച്ചയുടെ ഒപ്പ് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഇടുക മാത്രമല്ല, ഞാൻ ബുദ്ധിപൂർവം ഇല്ലാത്തൊരാളുടെ പേരിൽ അക്കൗണ്ട് തുറപ്പിച്ച് ആ അക്കൗണ്ടിലേക്കാ ആ 50 ലക്ഷം രൂപയുടെ ചെക്ക് അയച്ചത്. എല്ലാം നേരെ ചൊവ്വേ നടക്കേണ്ടതായിരുന്നു ചേച്ചി. എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം ചെയ്യുന്ന നീ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാതെ വിട്ടു. ഒരു പുതിയ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോ ആ ബാങ്കിൽ നിന്നും ബന്ധപ്പെട്ടവരെ ആ ബാങ്കുകാർ തന്നെ വിളിച്ചന്വേഷിക്കും എന്നുള്ള കാര്യം. അതെ ചേച്ചി, ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. ആ മൊട്ടത്തലയും ബാങ്ക് മാനേജർ ഹരിചന്ദ്രന്റെ അളിയനാണെന്ന ഭാവത്തില് അതപ്പൊ തന്നെ ഗായത്രി ചേച്ചി വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് മാത്രം നടന്നിരുന്നെങ്കിൽ നമുക്ക് അന്ന് തന്നെ 50 ലക്ഷം രൂപ കിട്ടിയാനെ. അന്ന് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത്. ആ ചെക്കും കൊണ്ട് നമ്മളാണ് ബാങ്കിൽ പോയിരുന്നെങ്കിൽ ആ വഴി തന്നെ പോലീസുകാർ നമ്മളെ പിടിച്ച് ജയിലിട്ടാനെ. അന്ന് ഈ വിഷയം അറിഞ്ഞ ഉടനെ എന്തു പറഞ്ഞാണ് ഗായത്രി വഴക്കുണ്ടാക്കിയതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട് ചേച്ചി. ഇതാര് ചെയ്തെന്ന് അറിഞ്ഞില്ലെങ്കിലും ദേഷ്യത്തിൽ വന്ന് ഉറക്കെ പറഞ്ഞ കാര്യങ്ങൾ. നന്ദിയില്ലാത്ത നായ്ക്കളെ, നിങ്ങളുടെ ഏതാവശ്യത്തിനും ഏത് പാതിരാക്കും എപ്പോഴും എല്ലാ കാര്യത്തിനും ഒട്ടും മടിയില്ലാതെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള എന്നോട് തന്നെ ഇത് കാണിക്കണം. നിങ്ങൾക്ക് പകരം ഞാൻ നായ്ക്കളെ വളർത്തിയിരുന്നെങ്കിൽ അതിന്റെ നന്ദിയെങ്കിലും അവർ കാണിക്കുമായിരുന്നു. നന്ദിയില്ലാത്ത നായ്ക്കൾ. അത് മാത്രമാണ് ചേച്ചി, ഒരു ബ്ലാങ്ക് ചെക്കിൽ പേരെഴുതേണ്ട സ്ഥലത്ത് നന്ദിയില്ലാത്ത നായ്ക്കൾക്ക് എന്നെഴുതി അതിനെ ശേഖരനളിയൻ ഒരു നോട്ടീസ് ബോർഡിൽ പിൻ ചെയ്ത് എല്ലാവരും കാണാനായി വെച്ച കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. ശേഖരനളിയന് നമ്മൾ അത് ചെയ്തെന്ന് അന്ന് തന്നെ അറിയായിരുന്നു. തെളിവില്ലാത്തോണ്ട് അളിയൻ അന്നൊന്നും ചെയ്യാൻ പറ്റാഞ്ഞേ. ശേഖരൻ എന്റെ ആദ്യ ഭർത്താവ്, ഈ ലോകത്തിലെ നമ്പർ 1 മണ്ടൻ. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. അത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും. എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നമ്മൾ നന്ദിയില്ലാത്ത നായ്ക്കളാണെങ്കിൽ അയാള് നന്ദിയുള്ള നായയായിരുന്നു. അത്രയുള്ളൂ വ്യത്യാസം. അയാളെ പിരിഞ്ഞ് അതേ ഓഫീസിൽ തന്നെ ഗോപിയേട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോയിൻ ചെയ്യുമെന്ന് അയാള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ജനിച്ചപ്പോഴേ ചേച്ചിക്ക് കൈവന്ന കഴിവുകളാണല്ലോ. ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ എന്റെ ആദ്യ ഭർത്താവ് ശേഖരൻ ഇന്ന് സെൻട്രൽ ജയിലിൽ അഴിയെണ്ണിക്കൊണ്ട് കിടക്കുന്നത്. വിഡ്ഢി. എന്റെ രക്ഷയ്ക്കായി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത പമ്പര വിഡ്ഢി. ഗായത്രി ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് 1000 പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ ഇല്ലാത്തപ്പോഴും 1000 പ്രശ്നങ്ങൾ തന്നെയാ. അതിനുള്ള പരിഹാരമാണ് ഞാൻ ആലോചിക്കുന്നത്. ആരെ കൊന്നിട്ടാണെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണം. കണ്ടേ പറ്റൂ. സാധാരണ ഈ സമയത്ത് പാറു അടുക്കളയെ കാണേണ്ടതാണല്ലോ. എഴുന്നേക്കാൻ വൈകിയോ? ഉറങ്ങിപ്പോയി മണിക്കുട്ട. നമ്മൾ ഉദയന്നൂരാണെങ്കിലേ 5 മണിയാവുമ്പോഴേക്കും കോഴി കൂവും. അതുകൊണ്ട് അപ്പൊ തന്നെ എഴുന്നേക്കായിരുന്നു. അതൊക്കെ പോട്ടെ,
മിക്കവാറും ദിവസം അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വരാറുള്ള നീ എന്താ താമസിച്ചേ? നീയും ഉറങ്ങിപ്പോയല്ലേ? എന്ത് പറയാനാ, സമയത്ത് ഉറങ്ങാൻ പറ്റണ്ടേ? എന്റെ മരപ്പത്തിന്റെ തൊട്ടടുത്ത് കുറെ ശിഖരങ്ങളുള്ള ഒരു മരമുണ്ട്. നിറയെ കാക്കക്കൂട്ടങ്ങളാ. ചേക്കേറി കഴിഞ്ഞ കലപില കലപിലാന്ന് പറഞ്ഞ് തുടങ്ങും. വെളുക്കുന്നവരെ ഈ ബഹളങ്ങളാ. പിന്നെ എങ്ങനെ ഉറങ്ങാനാ? അതെയോ, കഷ്ടായി പോയല്ലോ നിന്റെ കാര്യം. ആ, നിന്നോട് ഇവിടെ വന്നിരുന്നോളാൻ പറഞ്ഞാ നീ കേക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, വിശാൽ സാറ് നിന്നെ കാണാൻ വരാറുണ്ടോ? അന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ടോ? ഒന്ന് പോ മണിക്കുട്ടാ. കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തു പറ്റി പാറു? എന്താ മനസ്സിലാവാത്ത കാര്യം? മണിക്കുട്ടാ, ഞാൻ കണ്ടു മണിക്കുട്ടാ. ഒരു വയസ്സായ മനുഷ്യനെ കാറിടിച്ച് തെറിപ്പിക്കുന്നു. രക്തം ചിതറുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യില് ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു മണിക്കുട്ടാ. എനിക്ക് പേടിയാവുന്നു. ഞാനിനി എന്താ ചെയ്യാ? ആരായിരിക്കും മുത്തശ്ശൻ? നീ ഭയപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ ഇരിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു അയാളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ചിലപ്പോൾ നിന്റെ കടമയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉദയന്നൂരമ്മ അത് നിനക്ക് ദിവ്യ ദൃഷ്ടിയിൽ കാണിച്ചു തന്നത്. ഏതായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. പാർവതി, ദൈവമേ, എന്റെ ഭർത്താവിനെ രക്ഷിച്ചതും എന്റെ നെറ്റിയിലെ സീമന്തം മായാതെ നോക്കിയതും നീയാണ്. അയാളെ നീ അന്ന് തടഞ്ഞതുകൊണ്ട് ഗോപിയേട്ടൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി. അയ്യോ ദൈവമേ, ഇങ്ങനെയുള്ള വലിയ വലിയ വർത്താനമൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് ഈ അമ്മയോടും ഉദയന്നൂരമ്മയോടും നിറയെ കടപ്പാടുണ്ട്. ആ അമ്മയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാ എന്റെ ഈ ജന്മമെന്ന് എനിക്കറിയാം. ഉദയന്നൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് നീ. ഈ കുടുംബത്തെ നീ കാത്തു രക്ഷിക്കും, എനിക്ക് ഉറപ്പായി. അതെന്റെ കടമയാ ദൈവമേ. ഞാനത് സന്തോഷത്തോടെ തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്റെ ഈ ജീവൻ വെടിയേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറാ. അതെനിക്കറിയാം മോളെ. നീ എത്ര വലിയ ത്യാഗമാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കൊരു തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം. ആരാ ഈ ശേഖർ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അതെ പാർവതി, അദ്ദേഹത്തെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അതെന്റെ ആഗ്രഹം മാത്രമല്ല, നിന്റെ ആവശ്യം കൂടിയാ. എല്ലാം ദൈവമയുടെ ആഗ്രഹം പോലെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ ആരാ ഈ ശേഖർ? അദ്ദേഹം ഇപ്പൊ എവിടെയാ ഉള്ളത്? അതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, ഉദയന്നൂരമ്മയാ. ദൈവമേ, ദൈവമേ,
എങ്ങനെയുണ്ട് മിസ്റ്റർ ഗോപിനാഥ്? വിശാൽ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റിന്റെ ലാബ് റിസൾട്ട് തരൂ. CBC ഇങ്ങടുത്ത് ഞാൻ നോക്കട്ടെ. ഇത് ഇന്നലെ തന്നെ ഞാൻ വാങ്ങി വെച്ചു ഡോക്ടർ. ഇങ്ങനെ തരൂ. ലെറ്റ് മീ ഹാവ് എ ഗ്ലാൻസ്. ഈ റിപ്പോർട്ടാണ് പ്രധാനം. ഇതിന്റെ റിസൾട്ട് പോലെ ഇരിക്കും ഗോപിനാഥിന്റെ ഹെൽത്ത്. എന്റെ ഉദയനൂരമ്മേ, ആപത്തൊന്നും സംഭവിക്കില്ലേ? കാത്തോണ ദേവി. ഡോക്ടർ, എന്താ, എന്തേലും കുഴപ്പമുണ്ടോ? അല്ല, എന്തായാലും മടിക്കാതെ പറഞ്ഞോളൂ. എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല. നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇങ്ങനെ പോയാൽ വളരെ വേഗം തന്നെ ഗോപിനാഥിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കും. മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ മെഡിസിനും ഗുളികകളും കൊണ്ട് മാത്രം ഒരു പേഷ്യന്റും റിക്കവർ ആവില്ല. അതിന് ആ പേഷ്യന്റ് കൂടി മനസ്സ് വയ്ക്കണം. നിങ്ങൾ ഗോപിനാഥിനെ ഒരു രോഗിയായി കാണാതിരിക്കൂ പ്ലീസ്. മിക്കയിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വെറുതെ രോഗിയുടെ മുന്നിൽ കിടന്ന് സെന്റിമെന്റ്സ് കാണിക്കും. അവരെ കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിവിടും. പിന്നെ എങ്ങനെയാ ഒരു പേഷ്യന്റ് റിക്കവർ ആവുക? അതുകൊണ്ട് ഗോപിനാഥിനെ നിങ്ങൾ എല്ലാവരും ഒരു രോഗിയായി കാണാതിരിക്കൂ. പകരം അദ്ദേഹത്തെ നോർമലായി കാണാൻ ശ്രമിക്കൂ. വിശാൽ, പഴയതുപോലെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂ. ക്രിക്കറ്റ് മാച്ചോ സിനിമയോ ഒരുമിച്ചിരുന്ന് കാണൂ. നിങ്ങൾ എല്ലാവരും പഴയതുപോലെ തന്നെ ഗോപിനാഥിനോട് പെരുമാറണം. വീട്ടുകാര്യങ്ങൾ സംസാരിക്കൂ. നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് പറയൂ. പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കൂ. നിങ്ങളുടെ എല്ലാം സന്തോഷമാണ് ഇപ്പോ ഗോപിനാഥന് ആവശ്യം, അല്ലാതെ സഹതാപമല്ല. ചുരുക്കി പറഞ്ഞ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ മനസ്സാണ് മുഖ്യം, അല്ലാതെ മെഡിസിൻ അല്ല. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഞാൻ കുറിച്ചെന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡോണ്ട് വറി. ഗോപിനാഥിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശാൽ. പിന്നെ മെഡിസിനും ഫുഡും കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഡോക്ടർ. എന്നിട്ട് നമുക്ക് CBC ടെസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം ഗോപിനാഥിന്റെ ഫ്യൂച്ചർ. ഗോപിനാഥ്, ഒന്നും നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടണ്ട. പോസിറ്റീവായിരിക്കൂ. എല്ലാം ശരിയാവും. ഞാൻ പോയി വരട്ടെ. ശരി ശരി ഡോക്ടർ. ശരി ഡോക്ടർ. വായിച്ചി. പാർവതി, നീ അച്ഛനെ ഒന്ന് നോക്കിക്കോ. ഞാനിപ്പോ വരാം. അയ്യോ വിശാൽ സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ, വേഗം തന്നെ തിരിച്ചു വരാം. അതെയോ? എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാക്കി തരാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം.
അതെ വിശാൽ സർ, ഈ പച്ചയായിട്ട് കാണുന്നൊരു സ്ഥലമില്ലേ, കൊട്ടാരവും പൂന്തോട്ടവും ഒക്കെ ആയിട്ട്. കൊട്ടാരവും പൂന്തോട്ടവും അത് ചിലപ്പോ നമ്മുടെ രാമപുരം പാലസ് ആയിരിക്കും. അവിടെ എന്താ വിശേഷിച്ച്? എങ്ങനെ നീ പോവും? അത് ഞാൻ പോയിക്കോളാം. അല്ല, ഞാൻ അച്ഛനെ ഒന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവൾ എന്തിനാ പുറത്തേക്ക് പോയത്? അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും കുഴപ്പത്തിൽ നിന്ന് ചാടിയോ പാർവതി? സുരഭി, നീ വന്നിട്ട് കൊറേ നേരായോ? അച്ചാറ് ഭരണിയിൽ നിറയ്ക്കാൻ അമ്മയെ സഹായിക്കേണ്ടി വന്നു. അതാ താമസിച്ചത്. ഇത് കഴിക്കേ. പെണുങ്ങല്ലേടി. ഇതാ നല്ല മിഠായിയാ, നാരങ്ങ മിഠായി. നല്ല രുചിയുണ്ട്. ഇനി ഫോൺ താ. നോക്ക്, സ്വിച്ച് ഓഫ് ആകുന്ന വരെ സംസാരിച്ചു നിൽക്കരുത്. ഇതില് ചാർജ് ഫുൾ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഫോണൊന്നും വന്നില്ലല്ലോ എന്ന്. നിനക്ക് 100 ആയുസാ. എന്നെ എന്താ അമ്മമ്മയാക്കിയോ വിപിൻ സാറ്? 100 ആയുസെന്ന് പറഞ്ഞാലേ 100 വയസ്സെന്നല്ല. നിന്നെ 100 വർഷം ഈ ഭൂമി ദേവി താങ്ങി നിർത്തൂന്ന. സഹിക്കേണ്ടി വരുമല്ലോന്ന്. അതെന്താ വിപിൻ സാറേ, ഞാൻ അത്ര വണ്ണമുള്ള തടിച്ചുപാറുവാണോ? ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? ദേ വിപിൻ സാറേ, പിറന്നാളിന്റെ അന്ന് വഴക്കിട്ടാ പിന്നെ ആ വർഷം മുഴുവനും വഴക്കിടേണ്ടി വരും. പിറന്നാളോ? ആർക്ക്? സുരഭിക്കാണോ? ഓ, ഒരു സുരഭി. സുരഭിയുടെ പിറന്നാൾ ഞാൻ എന്തിനാ സാറിനോട് പറയുന്നത്? അവൾക്ക് എപ്പോഴും എന്തെങ്കിലും തിന്നോണ്ടേയിരിക്കണം. എന്നെ വിളിച്ചോ? ഇല്ലടി, നീ മിഠായി തിന്നോ. അപ്പൊ പിന്നെ ആർക്കാ പിറന്നാള്? വേറെ ആർക്കാ സാറേ, എനിക്ക് തന്നെ. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞിരുന്നതല്ലേ. വിപിൻ സാറ് മറന്നോ? ഓ, ഐ ഗോട്ട് ഇറ്റ്. സോറി. തിരക്കിനിടയിൽ മറന്നുപോയതാ. ജോലി തിരക്കിനിടയില് വല്ലപ്പോഴെങ്കിലും എന്നാന്ന് ഓർക്കണ്ടേ വിപിൻ സാറേ? അല്ല, നിന്റെ ഫോണിന് എന്തു പറ്റി? നീ എന്തിനാ സുരഭിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നേ? അത് വീട്ടിലിരിക്കാ സാറേ. അതീന്ന് വിളിക്കാനേ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടും സാറ് പിറന്നാൾ ആശംസകളൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറയാം. വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. കേട്ടില്ല സാറേ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പല്ലവിന്ന്. സാർ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇതുവരെ കേട്ടതാണല്ലോ, ഇപ്പൊ എന്തു പറ്റി? ജന്മദിന ആശംസകൾ. ഇപ്പൊ കേട്ടു. ഇത്ര സുന്ദരിയും മിടുക്കിയുമായ ഈ പല്ലവിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ ഫോണിലൂടെ പറഞ്ഞു തീർക്കാന്ന് കരുതിയോ? പിന്നെന്താ വേണ്ടത്? ഞങ്ങളുടെ നാട്ടിലേക്ക് നേരിട്ട് വന്ന് എന്റെ മുഖത്ത് നോക്കി ജന്മദിനാശംസകൾ പല്ലവി എന്ന് പറഞ്ഞിട്ട് വിപിൻ സാർ തിരിച്ചു പോയിക്കോ. അതൊക്കെ എങ്ങനെ നടക്കാനാ പല്ലവി? ഒന്നും പറയണ്ട, വിപിൻ സാർ വരും, അത്ര തന്നെ. എനിക്ക് നല്ല തിരക്കുണ്ട്, അത്രയും ദൂരം ഒന്നും ഓടി വരാൻ പറ്റില്ല. മാത്രമല്ല എന്റെ കാറ് വർക്ക്ഷോപ്പിലാ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിപിൻ സാർ വരുന്നു. എന്റെ വീടിനടുത്തുള്ള കായലോരത്ത് ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ എന്റെ ചേച്ചി പാർവതിയാണ് സത്യം, ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹലോ, പാർവതി വെച്ച് സത്യം ചെയ്തല്ലോ. ഈ മെന്റലിനിപ്പോ എന്താ ചെയ്യാ? വണ്ടി ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോവാം.
എന്താ പല്ലവി നിന്റെ ചേച്ചിയെ വെച്ച് സത്യം ചെയ്തേ? വിപിൻ സാറിനെ എന്റെ ചേച്ചി പാർവതിയോട് വലിയ ബഹുമാനാടി. അതുകൊണ്ട് ഇവിടെ വരും, ഉറപ്പാ. ഒരു ചെക്കൻ സിറ്റിയിൽ നിന്ന് ഈ സുന്ദരി കുട്ടി പല്ലവിയെ ഇവിടെ വന്ന് പിറന്നാൾ ആശംസിച്ചു കഴിഞ്ഞ എനിക്കല്ലേ സുരഭി അതിന്റെ ഒരു ഇത്. നിന്റെ ഈ മൂശയുടെ സ്വഭാവത്തിന് അയാൾ ഇത്രയും ദൂരത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.